8 things rich people do that poor people do not do. Number 1. Rich people focus on earning, poor people focus on saving. സമ്പന്നർ അവരുടെ വരുമാനം ഏതെല്ലാം രീതിയിൽ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവയിൽ നിക്ഷേപം നടത്തുകയും എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസും മാർക്കറ്റിംഗ് ട്രെൻഡിനെക്കുറിച്ചും പഠിക്കുകയും ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തും. എന്നാൽ ദരിദ്രര് കിട്ടുന്ന പണം കൂടുതലായിട്ടും സേവ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇക്കൂട്ടർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതിനാലും റിസ്ക് ഫാക്ടറിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതിനാലും ഇവർ സേവ് ചെയ്യുകയും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് കൂടുതലായിട്ട് മുൻഗണന നൽകുകയും ചെയ്യും. നമ്പർ 2. റിച്ച് പീപ്പിൾ കണ്ടിന്യൂസ് ലേൺ, പുവർ പീപ്പിൾ തിങ്ക് ദേ നോ ഇറ്റ് ഓൾ. സമ്പന്നർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പുതിയ സ്കില്ല് നേടിയെടുക്കുന്നവരുമാണ്. എന്നാൽ ദരിദ്രർ എനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ നടക്കും. നമ്പർ 3. ദ റിച്ച് പീപ്പിൾ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ഫെയിലിയേഴ്സ് വൈൽ ദ പുവർ പീപ്പിൾ ബ്ലെയിം അതേഴ്സ് ഫോർ ദെയർ ട്രബിൾസ്. സമ്പന്നർ അവരുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിനുള്ള പരിഹാരം കാണുകയും ചെയ്യും. ഇവർ സ്വന്തം തെറ്റ് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കില്ല. ഓരോ പരാജയത്തിൽ നിന്നും പരാജയത്തിൻ്റെ കാരണം മനസ്സിലാക്കുകയും അടുത്ത വട്ടം ഈ തെറ്റുകൾ വരുത്താതിരിക്കാനും ശ്രമിക്കും. എന്നാൽ ദരിദ്രർ സ്വന്തം പരാജയത്തെ ഒരിക്കലും അംഗീകരിക്കുകയില്ല. സാഹചര്യങ്ങളെയും ഗവൺമെൻറ്റിനെയും സുഹൃത്തുക്കളെയും കുറ്റം പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുകൊണ്ട് തന്നെ അവർ ചുറ്റുമുള്ള അവസരങ്ങൾ കാണുകയുമില്ല. ഇക്കൂട്ടർക്ക് പണത്തിനോട് നെഗറ്റീവായിട്ടുള്ള മനോഭാവം ഉണ്ടാവും. നമ്പർ 4. റിച്ച് പീപ്പിൾ റീഡ് ബുക്ക്, പുവർ പീപ്പിൾ വാച്ച് ടെലിവിഷൻ. സമ്പന്നർ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വളരെയധികം മുൻതൂക്കം നൽകുന്നവരാണ്. പേഴ്സണൽ ഗ്രോത്തിലൂടെ അവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വായനയ്ക്ക് വേണ്ടി ഒരു നിശ്ചയ സമയം ഇവർ മാറ്റിവെക്കും. എല്ലായ്പ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനാൽ അവർക്കുള്ള സ്കില്ലുകൾ പുതിയ വരുമാന മാർഗ്ഗങ്ങളായിട്ട് മാറാറുമുണ്ട്. അതേസമയം ദരിദ്ര മനോഭാവമുള്ളവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നവരാണ്. ഇവരുടെ ലൈഫിൽ കൃത്യമായിട്ടൊരു ഗോളൊന്നും ഉണ്ടാകാറില്ല. ഇവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊന്നും ആയിരിക്കില്ല ചിന്തിക്കുക, കൂടുതലായിട്ടും ലിമിറ്റിംഗ് ബിലീവുകളായിരിക്കും ഉണ്ടാവുക. നമ്പർ 5. ദ റിച്ച് ആർ ആക്ഷൻ ടേക്കേഴ്സ് വൈൽ ദ പുവർ ആർ അഫ്രെയ്ഡ് ഓഫ് ചേഞ്ച്. സമ്പന്നർ അവസരങ്ങൾ കണ്ടയുടനെ അതിനുള്ള ആക്ഷൻ എടുക്കും. സമ്പന്നർ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കാണ് എടുത്തുകൊണ്ട് അതിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുകയും ചെയ്യും. ഇതിലൂടെ അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ദരിദ്രർ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിന് മടിച്ച് നിൽക്കും. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഓരോ മേഖലകളിലും കൈവയ്ക്കുകയില്ല. എപ്പോഴും പണം ഉപയോഗിക്കുന്നത് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടായിരിക്കും. നമ്പർ 6. റിച്ച് പീപ്പിൾ ബൈ ടൈം, പുവർ പീപ്പിൾ വേസ്റ്റ് ടൈം. സമ്പന്നർ അവരുടെ ഗോൾ ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ടൈം കൂടുതലായിട്ട് ഉപയോഗിക്കും. അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയും ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ ദരിദ്രർ അവരുടെ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകാത്തവരാണ്. ഇക്കൂട്ടർക്ക് കൃത്യമായ ലക്ഷ്യമില്ലാത്തതിനാൽ മറ്റുള്ളവരുടെ ഗോളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇവരെ സദാ തയ്യാറായിരിക്കും. നമ്പർ 7. ദ റിച്ച് ടേക്ക് ആക്ഷൻ വൈൽ ദ പുവർ തിങ്ക് ലോട്ടറി. സമ്പന്നരെ അവസരങ്ങൾ കണ്ട ഉടനെ തന്നെ ആക്ഷൻ എടുക്കും. അതിനുവേണ്ടി നല്ല ടൈമിനായിട്ട് കാത്തു നിൽക്കുകയില്ല. സമ്പന്നർ അവരുടെ പണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ആക്ഷൻ എടുത്ത് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. എന്നാൽ ദരിദ്രർ വിചാരിക്കുന്നത് സമ്പന്നനാകാനുള്ള ഒരേയൊരു അവസരം ലോട്ടറി എടുക്കുന്നതിലൂടെ മാത്രമാണ് സാധിക്കുള്ളൂ എന്നാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷനിലൂടെ റിച്ച് ആകാമെന്ന് ദരിദ്രർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമ്പന്നരെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് ഇപ്പോഴേ എഴുതി തയ്യാറാക്കി അതിനുള്ള ഒരു ആക്ഷനും എടുക്കുക. നമ്പർ 8. മണി ഗോസ് ടു റീച്ച്, ടൈം ഗോസ് ടു പുവർ. സമ്പന്നർ അവരുടെ ചിന്തകളിലൂടെ പണം നേടാനുള്ള വഴികൾ കണ്ടെത്തും. അവർ ചെയ്യുന്ന വർക്കിൻ്റെ റിസൾട്ടിനനുസരിച്ച് മാത്രമാണ് അവർ ക്യാഷ് എടുക്കുകയുള്ളൂ. എന്നാൽ ദരിദ്രർ കാര്യക്ഷമതയ്ക്കും അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം ടൈമിനനുസരിച്ച് ഇവർ ഈടാക്കുകയും ചെയ്യും.